ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ഏപ്രിൽ 25 എഴുതാൻ വേണ്ടി പോകുന്ന ഒരു പരീക്ഷയാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, ഓവർസിയർ, ദെൻ വിവിധ വകുപ്പുകളിലെ ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ തുടങ്ങി ഏകദേശം ഒരു 12ഓളം പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ എക്സാം ഏപ്രിൽ 25 നടക്കുന്നുണ്ട്. സോ സാധാരണയായിട്ട് കേരള PSCയിൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞാൽ അതിനുശേഷം എത്ര പേര് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട് എന്ന രീതിയിലുള്ളൊരു ഇൻഫർമേഷൻ തരാറുണ്ട്. ഓക്കെ, എക്സാം കലണ്ടർ കൺഫർമേഷന് ശേഷം കൺഫർമേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വെച്ചിട്ട് കൊടുക്കാറുണ്ട്. ആ ഒരു എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്നും കളക്ട് ചെയ്യാം. റെഡിയല്ലേ? യെസ്. സോ സാധാരണയായിട്ടൊരു എക്സാം കലണ്ടർ വരും. കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു എക്സാം കലണ്ടർ വരും. അതിൽ പരീക്ഷാ ഡേറ്റും അതേപോലെ സിലബസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ദെൻ അതിനുശേഷം ഫൈനലൈസ്ഡ് ആഫ്റ്റർ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി കഴിഞ്ഞതിന് ശേഷം ഒരു എക്സാം കലണ്ടർ കൂടി വരുന്നതായിരിക്കും. അതിൽ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ നോക്കിയേ, 58/2023 എന്നുള്ള ഇലക്ട്രീഷ്യൻ പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പുള്ള അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം എത്രയായിരുന്നു? 10,513 ആണ് ഇതിന് അപ്ലൈ ചെയ്തത്. പക്ഷേ 7,606 പേര് മാത്രമേ കൺഫേം ചെയ്തിട്ടുള്ളൂ, അല്ലേ? സോ എഴുതാൻ വേണ്ടി പോകുന്ന മാക്സിമം ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7,606 ഞാൻ പറയുകയാണ്, ഇതിലും കുറയും കേട്ടോ. ഏകദേശം ഇതിൻ്റെ ഒരു 20% ആൾക്കാരൊക്കെ കുറയും. സാധാരണയായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ഇലക്ട്രിക്കൽ ഒരു ടെക്നിക്കൽ പരീക്ഷയാണെങ്കിൽ സാധാരണയായിട്ട് ഒരു 80% ആൾക്കാരൊക്കെ പോയി എഴുതാറുണ്ട്. ദെൻ ജനറൽ PSC ഒക്കെ ആണെങ്കിൽ അതിലും കുറവാണ് ഉണ്ടാവാറ് കേട്ടോ. നിലവിലെ ട്രെൻഡ് അങ്ങനെയാണ്. ഓക്കെ, സോ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 3000ഓളം ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്, അല്ലേ? നെക്സ്റ്റ്, ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 186/2023 അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം 14,506 ആയിരുന്നു. നിലവിലെ കൺഫർമേഷൻ കൊടുത്തത് 11,214. ഏകദേശം 3,200ഓളം പേര് 3,300ഓളം പേര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ്, ഇലക്ട്രീഷ്യൻ പരീക്ഷ, അല്ലേ? ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ 1,759 പേര് അപ്ലൈ ചെയ്തു. 1,500 പേര് കൺഫേം ചെയ്തു. ദെൻ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ 7,393 പേരായിരുന്നു അപ്ലൈ ചെയ്തത്. 5,745 പേര് കൺഫേം ചെയ്തു. ഏകദേശം ഒരു 1,600, അല്ലേ, പേര് കൺഫേം ചെയ്തിട്ടില്ല. ദെൻ ഇലക്ട്രീഷ്യൻ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് 11,522 പേര് അപ്ലൈ ചെയ്തു. 8,968 പേര് കൺഫേം ചെയ്തു. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിനൊക്കെ ആയിരിക്കും, അല്ലേ? കാരണം ഏകദേശം ഒരു നല്ല പോസ്റ്റ്, ഒരു 24 കൂടുതൽ പോസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യത്തെ സമയത്ത്. ദെൻ അത് 40 വരെയൊക്കെ എത്തിയെന്നാണ് അറിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ പോസ്റ്റൊക്കെ കൂടാൻ സാധ്യതയുള്ള വേക്കൻസികൾ ആവശ്യത്തിനുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. സോ അതിൻ്റെ കൗണ്ട് നോക്കിയാലോ? യെസ്. സോ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ പരീക്ഷ 428/2023 അത് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 18,577 കൺഫേം ചെയ്ത ആൾക്കാരുടെ എണ്ണം 14,665. ഏകദേശം 4,000 പേരുടെ കുറവ് വന്നു, അല്ലേ? 4,000 പേര് കൺഫേം ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു ഓട്ടമത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറേ പേര് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഓക്കെ, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല പോസ്റ്റ് തന്നെയാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ. ബാക്കിയുള്ളത് കൂടി നോക്കിയാലോ? സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആയിട്ടുള്ള തിരുവനന്തപുരം, എറണാകുളം, വയനാട്, കാസർഗോഡ് ജില്ലകളിലുള്ള പരീക്ഷകളുണ്ടായിരുന്നു. അതിൻ്റെ ആൾക്കാരുടെ എണ്ണം യഥാക്രമം 3,293, 4,094, 2,566, 956 ആയിരുന്നു. കൺഫേം ചെയ്തവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കൗണ്ടായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ദെൻ ഇലക്ട്രീഷ്യൻ ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ അത് 1,981 പേരായിരുന്നു അപ്ലൈ ചെയ്തത്. കൺഫേം ചെയ്തത് 1,722. ദെൻ ലൈൻമാൻ ഇൻ PWD 8,500 പേര് അപ്ലൈ ചെയ്തു. 6,961 പേര് കൺഫേം ചെയ്തു, അല്ലേ? യെസ്. അപ്പം നന്നായിട്ട് പഠിക്കുന്നവർക്ക് കുറച്ചും കൂടി നല്ലൊരു ഹാപ്പി ന്യൂസാണിത്. കുറേ പേരുടെ കുറവ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. ഇതുവരെ പഠിക്കാത്ത ആൾക്കാർ, ഇനിയും പഠനം തുടങ്ങാത്തവരാണെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങുക. കുറേ കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടുണ്ട്. എക്സാമിന് പോകുന്ന സമയത്തും ഇങ്ങനെ തന്നെയായിരിക്കും. ഏകദേശം ഇതിൻ്റെയും ഒരു 20% കൗണ്ട് കുറയും കേട്ടോ.
ആൾക്കാർ എക്സാമിനേഷൻ എഴുതില്ല. മിക്കവാറും രാവിലെയൊക്കെ ഉള്ള പരീക്ഷകളാകുമ്പോൾ പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവർ അത്ര കഷ്ടപ്പെട്ടോ ഇത്ര രാവിലെ എഴുന്നേറ്റ് പോയിട്ട് PSC പരീക്ഷ എഴുതണ്ടേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എഴുതാത്ത കേസസ് ഉണ്ട്. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ എങ്ങനെ കഷ്ടപ്പെട്ടായാലും പോയിട്ട് പരീക്ഷ എഴുതും. ഓക്കെ, സോ അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. നിലവിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ചാനലിൽ ഒരു ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് കോഴ്സൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുനോക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സീരീസാണ് കേട്ടോ. സോ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനൊന്ന് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഏകദേശം 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതേ സിലബസിലെ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ഉള്ള കൺസെപ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയലും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ആണല്ലോ? യെസ്. സോ താങ്ക് യു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.